അടുത്തതായി നമ്മൾ നോക്കുന്ന ഇൻഡസ് സൈറ്റ് ധൊളാവിരയാണ്. ധൊളാവിര നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്. ധൊളാവിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെയുള്ള വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. റിസർവോയേഴ്സ് കണ്ടെത്തിയിട്ടുള്ള സൈറ്റാണ് ധൊളാവിര. ഈ ഒരു ഫാക്റ്റ് ഒരിക്കലും മറക്കരുത്. കോഡില്ലാതെയാണെങ്കിലും നമ്മൾ എന്തായാലും ഓർത്തിരിക്കേണ്ട 2-3 ഫാക്ട്സ് ധൊളാവിരയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ഇവിടെയാണ് നമ്മൾ റിസർവോയർ കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് ഈ ചിത്രത്തിൽ കൊടുത്ത 10 സിമ്പിൾസുള്ള ഇൻസ്ക്രിപ്ഷൻ കണ്ടെത്തുന്നത് ധൊളാവിരയിൽ നിന്നാണ്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, നമ്മൾ പറഞ്ഞു മോഹൻജൊദാരോയിലൊക്കെ അപ്പർ ടൗണും ലോവർ ടൗണും ഉണ്ടായിരുന്നു. ധൊളാവിരയിൽ നമുക്കൊരു മിഡിൽ ടൗണും കാണാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കുന്നത് കാലിബംഗൻ എന്ന് പറയുന്ന സൈറ്റാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പർ ടൗണും ലോവർ ടൗണും ഒക്കെ ഉണ്ട്. ഇതിൽ ലോവർ ടൗണും പ്രോപ്പറായിട്ട് ഫോർട്ടിഫൈ ചെയ്തിട്ടാണ് ഇവിടെ കാണുന്നത്. കാലിബംഗൻ എന്ന വേർഡിൻ്റെ അർത്ഥം ബ്ലാക്ക് ബാംഗിൾസ് എന്നാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ബാംഗിൾസും ലഭിക്കുന്നുണ്ട്. കാലിബംഗന് പലപ്പോഴായിട്ടും റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള 2-3 ഫാക്റ്റുകളുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഫയർ ആൾത്താസ് കിട്ടുന്നത്. മറ്റൊന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പോയിൻ്റാണ്, ഇവിടെ നിന്ന് നമുക്ക് കിളച്ച ഫീൽഡ് കിട്ടുന്നുണ്ട്, അതായത് പ്ലഫ്ഡ് ഫീൽഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൂന്നാമത്തെ ഫാക്റ്റാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഡെക്കറേറ്റഡ് ബ്രിക്സ് കിട്ടുന്നത്. ഓക്കെ, സോ എന്താണ് ഈ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്? ഒന്ന് ഫയർ ആൾത്താസ്, നെക്സ്റ്റ് ഡെക്കറേറ്റഡ് ബ്രിക്സ്, ദെൻ പ്ലഫ്ഡ് ഫീൽഡ്. നമുക്ക് ഹാരപ്പ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും ടോയ് കാർഡ്സും മോഡൽ കാർഡ്സൊക്കെ കിട്ടുന്നുണ്ട്. ക്യാമൽ ബോൺസ്, നമുക്കറിയാം രാജസ്ഥാനിൽ ഓൾറെഡി ക്യാമൽസ് ഉണ്ട്. സോ ക്യാമൽ ബോൺസ് കിട്ടിയത് എവിടെ നിന്നാണ്? കാലിബംഗൻ നിന്നാണ്. നമുക്ക് ഓർത്തിരിക്കാൻ സുഖമാണ്. പിന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എൻഡുമായിട്ട് ബന്ധപ്പെട്ട് എർത്ത് ക്വേക്കിൻ്റെ എവിഡൻസ് കിട്ടുന്നത് കാലിബംഗനിൽ വെച്ചാണ്. അടുത്തതായി നോക്കുന്ന സൈറ്റാണ് ലോഥൽ. ലോത്തലിൻ്റെ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ മതി, മെജോറിറ്റി ഓഫ് പോയിൻറ്റ്സ് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തത്, ലോത്തലിലൊരു സെയിലർ കപ്പിൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ലോത്തൽ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ ഒരു പോർട്ട് ടൗണാണ്. സോ ഇവിടെ ഡോക്യാർഡ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒരു പോർട്ട് ടൗണിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുത്താൽ അവിടെയുള്ള സാധനങ്ങൾ നമുക്ക് എഴുതാം. ഇന്ത്യൻ നേവൽ ട്രേഡ് ഉണ്ടായിരുന്നു, ഡോക്യാർഡ് ഉണ്ടായിരുന്നു, റിസർവോയേഴ്സ് ഉണ്ടായിരുന്നു, അവിടെ ട്രേഡ് നടന്നിരുന്നു, ഷിപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഒറ്റ പോയിൻ്റിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഒരു സെയിലർ കപ്പിൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് കപ്പിൾ ബ്യൂറിയൽ കിട്ടുന്നത്. അവർക്ക് സ്വന്തമായി കുതിര, കപ്പൽ, ചെസ് ബോർഡ്, കുതിരയുടെയും കപ്പലിൻ്റെയൊക്കെ ചെറിയ ഫിഗറൈൻസ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ചെസ് ബോർഡിൻ്റെ എവിഡൻസ് കിട്ടുന്നതും ലോത്തലിൽ വെച്ചാണ്. നെക്സ്റ്റ്, ഡിഗ്രി അളന്നാണ് ഇവർ ഫയർ അൾത്താർ നിർമ്മിച്ചത് എന്നുള്ളൊരു കോഡാണ്. ഡിഗ്രി അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണം നമുക്ക് ലോത്തലിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫയർ അൾത്താറിൻ്റെ എവിഡൻസും ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെയിൻറ്റഡ് ജാറിൽ റൈസ് കുക്ക് ചെയ്തു. കണ്ണിങ് ഫോക്സിൻ്റെ സ്റ്റോറിയോട്ട് സിമിലർ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് നമുക്കൊരു ജാറിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ ഒരു പെയിൻറ്റഡ് ജാറ് കിട്ടുന്നത് ലോത്തലിൽ നിന്നാണ്. ഇവരെന്താണ് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ റൈസാണ്. സോ റൈസിൻ്റെ ഹസ്കിൻ്റെ എവിഡൻസും കിട്ടുന്നത് ലോത്തലിൽ നിന്നാണ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ലോത്തലിനെ കുറിച്ച് പറയാനുള്ളത്. കപ്പിൾ ബ്യൂറിയൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പോയിൻ്റാണ്. അടുത്ത സൈറ്റാണ് രാഖിഗറി. ഇതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഓർത്ത് വെക്കാനില്ലെങ്കിലും ഇതൊരു ജ്വല്ലറി ഹബ്ബായിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇവിടെ സെമി പ്രഷ്യസ് സ്റ്റോൺസ് കംപ്ലീറ്റ് ആയതും കംപ്ലീറ്റ് അല്ലാത്തതൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് ആർക്കിയോളജിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് ഇതൊരു ബീഡ് മേക്കിംഗ് ഫാക്ടറി ആയിരിക്കാം. ഇവിടെ നമ്മൾ റെഗുലറായിട്ട് ഹാരപ്പൻ സൈറ്റുകളിൽ കാണുന്ന പോലെ ഗ്രാനറി, സെമിത്തേരി, ഡ്രെയിൻസ്, ടെറോക്കോട്ട ബ്രിക്സ് ഇതൊക്കെ കാണുന്നുണ്ട്. കീ പോയിൻ്റ് എന്ന് പറയുന്നത് ഹാരപ്പൻ സൈറ്റുകളിൽ ഏറ്റവും വലിയ സൈറ്റാണ് രാഖിഗറി. ഓക്കെ, ഏറ്റവും വലിയ സൈറ്റ് ഏതാണ്? രാഖിഗറിയാണ്. ഹാരപ്പയും മോഹൻജൊദാരോ ഒന്നുമല്ല, ഇത് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത സൈറ്റാണ് റോപ്പർ. റോപ്പർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, മനുഷ്യനോടൊപ്പം നായയെയും ബ്യൂറി ചെയ്തതിൻ്റെ എവിഡൻസ് നമുക്ക് റോപ്പറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് പലപ്പോഴായിട്ട് പല പരീക്ഷകൾക്ക് ചോദിച്ച പോയിൻ്റാണ്. ഡോഗ് ബ്യൂറിഡ് വിത്ത് ഹ്യൂമൻ ഈസ് ഫൗണ്ട് അറ്റ് റോപ്പർ.
ദെൻ കോപ്പർ ആക്സ് കിട്ടുന്നുണ്ട്. ഇതത്ര റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അല്ല. നെക്സ്റ്റ്, ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയ ആദ്യത്തെ ഹാരപ്പൻ സൈറ്റ്. നെക്സ്റ്റ് സൈറ്റാണ് ബനവാലി. ബനവാലിയും ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തേത്, ഡ്രൈഡപ്പ് സരസ്വതി റിവറിൻ്റെ ബാങ്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ കീ പോയിൻ്റാണ്, ഇവിടെ നിന്ന് നമുക്കൊരു ഓവൽ ഷേപ്ഡ് സെറ്റിൽമെൻറ്റ് ലഭിക്കുന്നുണ്ട്. സാധാരണ സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ ആയിട്ടുള്ള ഷേപ്സാണ് ഇവിടെ സെറ്റിൽമെൻറ്റിന് പൊതുവെ കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള സെറ്റിൽമെൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കലപ്പയുടെ ടോയ്സ് കിട്ടുന്നുണ്ട്. ബാർലി ഗ്രെയിൻസ്, ലാപ്പിസ് ലസൂളി, ഫയർ അൾത്താസ് ഒക്കെ ഇവിടെയുള്ള കീ ഫൈൻഡിങ്സ് ആണ്. ബനവാലിയെയാണ് റിച്ച് മാൻ സിറ്റി ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. റിച്ച് മാൻസ് സിറ്റി. ബനവാലിയുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു മേജർ ഫീച്ചറാണ് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്ത പക്ഷേ നല്ല ഡെവലപ്മെൻ്റ് ഉള്ളൊരു സൈറ്റാണ് ബനവാലി. നെക്സ്റ്റ് സൈറ്റാണ് ആലംഗീർപൂർ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഓഫ് IVC ഏതാണ്? ആലംഗീർപൂർ. ഈസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് റിവർ യമുനയുടെ ബാങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ബ്രോക്കൺ ബ്ലേഡ്സ് മെയ്ഡ് ഓഫ് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ബ്ലേഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ സെറാമിക് ഐറ്റംസ് ആസ് യൂഷ്വൽ പല സൈറ്റ് പോലെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇംപ്രഷൻ ഓഫ് ക്ലോത്ത് ഓൺ എ ട്രോഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് ചാൻഹുദാരോ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ സിറ്റാഡൽ ഇല്ലാത്ത സൈറ്റാണ് ചാൻഹുദാരോ. ബാക്കി എല്ലാ സൈറ്റിലും നമുക്ക് സിറ്റാഡൽ കാണാൻ പറ്റും. ഓൺലി സൈറ്റ് വിത്തൗട്ട് സിറ്റാഡലാണ് ചാൻഹുദാരോ. ചാൻഹുദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഇതിനെ ലങ്കാഷൈർ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കാറുണ്ട്. ചാൻഹുദാരോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് വരണം, ഇതൊരു ബീഡ് മേക്കിംഗ് ഫാക്ടറി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്കിൾ ഫാക്ടറി ആയിരുന്നു. മാനുഫാക്ചറിങ് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഫുട് പ്രിൻ്റ് ഓഫ് എ ഡോഗ് ചേസിങ് കാറ്റ് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു നായ ഒരു പൂച്ചയെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഫുട് പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാർട്ടിൻ്റെ മോഡൽ നമുക്ക് കാണാം. ഇത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് അതിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് ആണ്, ഇവിടെ നിന്ന് നമുക്ക് കോസ്മെറ്റിക്സിൻ്റെ എവിഡൻസ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് സൈറ്റാണ് അംറി. അംറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ നിന്ന് 2 ആനിമൽസിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആൻറ്റിലോപ്പും മറ്റൊന്ന് റൈനോയും. ഇതിൻ്റെ 2ൻ്റെയും എവിഡൻസ് ലഭിച്ചിട്ടുള്ള സൈറ്റാണ് അംറി. നമ്മൾ ചാൻഹുദാരോ പറഞ്ഞ പോലെ ഇവിടെയും എന്തില്ല, സിറ്റാഡൽ കാണാൻ സാധിക്കില്ല. പിന്നെ പ്രീ ഹാരപ്പൻ സ്റ്റേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് കൂടിയാണ് അംറി. ഓക്കെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത 3 ഫാക്ട്സ് ഏതൊക്കെയാണ്? ആൻറ്റിലോപ്പിൻ്റെ എവിഡൻസ്, റൈനോയുടെ എവിഡൻസ്, പിന്നെ ഇവിടെ സിറ്റാഡൽ ഇല്ല. അടുത്ത സൈറ്റാണ് കോത്ദിജി. കോത്ദിജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റും ഒരു വലിയൊരു മാസീവ് വോളുണ്ട് സിറ്റാഡൽ ഏരിയയ്ക്ക് ചുറ്റിലായിട്ട്. പ്രീ ഹാരപ്പൻ സൈറ്റ് കൂടിയാണ് കോത്ദിജി. പിന്നെ ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട 2 ഫൈൻഡിങ്സ് ആണ്. ഒന്ന് മദർ ഗോഡസിൻ്റെ സ്കൾപ്ചേഴ്സ്, പിന്നെ ഒരു ടെറാക്കോട്ട ബുള്ളിൻ്റെ സ്കൾപ്ചറും ലഭിക്കുന്നുണ്ട്. കോത്ദിജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് ഒരു പ്രത്യേക ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് പോട്ടറി നമുക്ക് കാണാൻ സാധിക്കും. വെസ്റ്റേൺ മോസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റാണ് സുത്കജൻഡോർ. വെസ്റ്റേൺ മോസ്റ്റ് എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഇത് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഇവിടെയുള്ള സിറ്റാഡലിനൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ റോക്കിൻ്റെ മുകളിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിവിടെ ഫ്ലഡിങ് ഒന്നും അത്ര സംഭവിക്കില്ലായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റോൺ വാൾസ്, അതായത് വലിയ മാസീവ് സ്റ്റോൺ റബിൾസ് യൂസ് ചെയ്തിട്ടുള്ള വാൾസും കണ്ടെത്തിയിട്ടുണ്ട്. ഹോഴ്സ് ബോൺ റിമെയിൻസ്, അതായത് കുതിരയുടെ എവിഡൻസ് ലഭിക്കുന്ന സൈറ്റാണ് സിർകോട്ടക.